ഹലോ ഗെയ്സ്, നമ്മൾ ഇപ്പോൾ ഒരു നമ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പഴയ രൂപത്തിൽ പറഞ്ഞാൽ 6 നമ്പർ എന്നെല്ലാം പറയുന്ന നമ്പർ ബേക്കറികളിലെല്ലാം വാങ്ങാൻ കിട്ടുന്നു. ഇപ്പോൾ ആദ്യം ഇത് ചായക്കടകളിൽ മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കുഴക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അതിന് ആവശ്യമായത് അല്പം ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് കുഴയ്ക്കുകയാണ്. നല്ലപോലെ കുഴച്ചതിന് ശേഷം ഉരുളകളാക്കും. കുഴഞ്ഞ മാവ് നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുന്നതാണ്. അങ്ങനെ മൈദ ബോളാക്കുന്നു. നല്ല പോലെ കുഴയ്ക്കണം. പൊറോട്ടയേക്കാൾ അല്പം കൂടെ ടൈറ്റായി കുഴയ്ക്കുന്നതാണ് നല്ലത്. കാരണം പരത്താൻ എളുപ്പമായിരിക്കും. ഇനി കുഴച്ച മാവ് നമ്മൾ ബോളുകളാക്കുകയാണ്. അതിന് കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും കുഴച്ച് ഈ പരുവത്തിലാക്കി. ഇനി ഇത് 3 ബോളായി നമ്മൾ വേർതിരിക്കുന്നു. അങ്ങനെ 3 ബോളാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നായി പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്ത മാവ് വീണ്ടും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത നമ്പർ നമ്മൾ എണ്ണച്ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം എണ്ണ നല്ലപോലെ ചൂടായാൽ എണ്ണയിലേക്ക് ഇടുന്നതാണ്. നല്ലപോലെ പൊടിച്ച് വയ്ക്കേണ്ടതാണ്. ഇളക്കി വേവിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ചില പിഴവുകളെല്ലാം സംഭവിച്ചിരിക്കും. നിങ്ങൾ അതെല്ലാം ക്ഷമിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.
നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പഞ്ചസാര പാവ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ പാത്രം അടുപ്പിൽ വെച്ച് പഞ്ചസാര അതിലേക്ക് കൊട്ടുന്നു, അല്പം വെള്ളവും ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. അതുപോലെ പഞ്ചസാര പാവ് നമ്മൾ ഒരു നൂൽ പരുവം ആകേണ്ടതും ഇല്ല. അതിനോടടുത്താകുമ്പോൾ അത് നമ്മൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. ഇതുപോലെയാണ് നമ്പർ ഉണ്ടാകുക. ഇത് നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയായ നമ്പറാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. പുതിയ വീഡിയോകൾ തുടക്കമാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.